ഇപ്പൊ കമലദളം എന്ന് പറഞ്ഞ സിനിമയില് സുമുഹൂർത്തമായി സ്വസ്തി സ്വസ്തി എന്നുള്ള ഒരു പാട്ട് തിരുമേനി എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുമ്പോ ആ ഒരു പാട്ടിനെ കുറിച്ച് എഴുതിയൊരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓ പിന്നെ അതിന്റെ ലിറിക്സ് എല്ലാം ഞാൻ എഴുതുന്നത് മറ്റേ ഇവിടെ മദ്രാസിലെ വേറെ ഏതോ YGP അവിടെ അതെ, ഞാൻ അവിടുന്നാണ് എഴുതുന്നത്. അത് എഴുതി കഴിഞ്ഞിട്ടാണ് പാട്ട് മ്യൂസിക് ചെയ്തത്. കുറച്ച് റിവേറ്റ് ചെയ്തു. പിന്നെ അതിന്റെ കഥയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നത് പിന്നെ ലോഹിതദാസാണ്. ലോഹിതദാസ് ഞാനും കൂടി, അദ്ദേഹം 49 പടം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 39 പടം ഞാൻ വർക്ക് ചെയ്തത് എന്റെ പാട്ടുകൾ. അത്ര ഞങ്ങൾ അടുപ്പായിരുന്നു. 39 പടം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അത്ര അടുപ്പാണ്. അതിൽ പെട്ട ഒരു പാട്ടാണിത്. അതില് ആ സീതയുടെ മനസ്സാണ്. സീതയ്ക്ക് ഒന്നും ശപിക്കാൻ പറ്റില്ല, പക്ഷെ മനസ്സിൽ ശാപമുണ്ട്. കാരണം ഏറ്റവും വേദനിപ്പിച്ചിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മക്കളെയും പിന്നെ ഇവരൊക്കെ എല്ലാവരെയും കാട്ടിൽ വിട്ടിട്ട് രാമനെ കാണാൻ വേണ്ടി വരികയാണ് അവര്. അപ്പോഴ് സീത കാണുന്നത് ഈ യാഗത്തിന്റെ അവിടെ ഒരു കാഞ്ചന സീതയെ, സ്വർണം കൊണ്ടുള്ള സീതയെ വെച്ചിട്ട് ഇയാളെ യാഗം മുഴിപ്പിക്കുകയാണ് സീതയ്ക്ക് പകരം. അത് കണ്ടപ്പോൾ സഹിക്കാൻ വേണ്ടായി. അപ്പോഴാണ് സീതയുടെ പറയുന്നത്, ഇല്ല എനിക്ക് പോകാറായി, സ്വസ്തി സുമുഹൂർത്തമായി, എനിക്ക് പോകാനായി, എല്ലാവരുടെയും യാത്ര പറയുന്നതാണ്. ആ യാത്ര പറയുമ്പോഴാണ് സീതയുടെ മനസ്സ് രാമായണത്തിന്റെ നേരെ രാമന്റെ ഭാഗത്തല്ല നമ്മൾ പറയുന്നത്, സീതയുടെ ഭാഗത്ത്. അതാണ് ആ പാട്ടിന്റെ പ്രത്യേകത. അത് നിങ്ങൾ ഇനി കേട്ട് നോക്കുമ്പോൾ അറിയാം. എന്നെ ഈ ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയ ഒരു അഗതിയെപ്പോലും അവിശ്വസിച്ചെങ്കിലും കോസൽ രാജകുമാര എന്നും ആ സങ്കല്പ പാദോത്മങ്ങളിൽ തലചായ്ച്ചു വെച്ചേ സീത ഉറങ്ങിയുള്ളൂ. അതാണ് വണ്ടർഫുൾ ആണ്. അതാണ്